എനിക്കത് അതിനെക്കുറിച്ച് സമ്മതിക്കാനേ വിഷമാണ്, കഷ്ടമാണ്. എനിക്ക് ജേക്കബ് പുന്നൂർ സാറ് പറഞ്ഞ ഒരു വാസ്തവം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് സെലിബ്രിറ്റീസിനെ കൊണ്ടൊക്കെ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കേണ്ട ഒരു ചിന്താഗതിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലേ ജേക്കബ് പുന്നൂർ സാറ് പറഞ്ഞത്? കേട്ടതാണോ? സാന്നിധ്യം. അപ്പോൾ ഉടനെ പിന്നെ അതിനെ ആക്രമിക്കുന്നവരുണ്ടാവും. അച്ഛൻ്റെ സാന്നിധ്യം മാത്രം ഉണ്ടായാൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപക്ഷെ ഇങ്ങനെ ഒരു അപകടം ഇല്ലാത്ത കാലത്ത് DGP ആയിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം അപകടമായി വരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു DGP ആണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് പോലും തോന്നി എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് തോന്നി. അപ്പം മക്കളെന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ല, രാജ്യത്തിന്റെ സ്വത്താണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്, ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് സ്വന്തപ്പെടാൻ അച്ഛനും അമ്മയും ഉണ്ടാവും, അവരുടെ കുടുംബം ഉണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, അധ്യാപകരുണ്ടാവും, ഒരു സമൂഹം തന്നെ ഉണ്ടാവും. ഇപ്പം എൻ്റെ അവകാശം സ്ഥാപിക്കാൻ കൊല്ലംകാരുണ്ടാവും, തിരുവനന്തപുരംകാരുണ്ടാവും, ആലപ്പുഴക്കാരുണ്ടാവും, മലയാളികളുണ്ടാവും. പക്ഷേ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് രാജ്യത്തിന്റെ എല്ലാ അംശങ്ങളിലേക്കും ശുദ്ധമായ ശക്തമായ സംഭാവന നൽകി രാജ്യത്തെ ബലപ്പെടുത്താനാണ്. രാജ്യമെന്ന് പറയുന്ന കുടുംബത്തേക്കാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. അതിൽ ഒരു കുഞ്ഞു പോലും നമുക്ക് പാഴായി പോകാൻ പാടുള്ളതല്ല, പൊലിഞ്ഞു പോകാനും പാടില്ല. എല്ലാം പൂർണ്ണതയിലേക്ക് എത്തിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിച്ചു പോകുന്ന നല്ല മാനസികാരോഗ്യവും നല്ല പ്രവർത്തനശുദ്ധിയുമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനമന്ത്രിയായാലും ഒരു രാഷ്ട്രപതിയായാലും മുഖ്യമന്ത്രിമാരായാലും അതുപോലെ തന്നെ ഗവർണർമാരായാലും കളക്ടർമാരങ്ങനെയുള്ളവരെല്ലാം ഓരോ സമൂഹത്തിന്റെയും ഓരോ സ്ലൈസിനെയും എടുത്ത് ഒരു കൺട്രോളബിൾ ക്വാണ്ടം എന്ന് പറയാവുന്ന ആ ഒരു നമ്പറിലെത്തിച്ച് അവരുടെ എല്ലാം പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ആവാൻ സാധിക്കണം. നമുക്കങ്ങോട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്, അങ്ങയുടെ അഭിപ്രായത്തില്? അല്ല, ഇതാ സംവിധാനം. ഇതാണ് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമല്ല, സമൂഹത്തിന് തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഇതിന്റെ ഒരു നല്ല സർവൈലൻസ് അവർക്ക് നടത്തുവാൻ സാധിക്കും. റെസിഡൻസ് അസോസിയേഷൻ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ബൂത്ത് തലത്തില് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് പ്രസിഡന്റുമാരും അവിടുത്തെ ഇൻചാർജുമാരും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ഒരു 50 വീട് ഒന്ന് കാത്തു സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഒരു അഹിതവും അല്ലെങ്കിൽ ഹിതമല്ലാത്തതൊന്നും കടന്നു വരില്ല. ആ ഉൽപ്പന്നങ്ങളെല്ലാം പടിവാതിക്കലല്ല, നമ്മുടെ ഒരു പ്രദേശത്തെത്തുന്നതിന് മുമ്പ് കത്തിച്ചു കളയുമെന്ന് പറയുന്ന ഒരു കണ്ടിൻജന്റ് ഉണ്ടാവണം. വലിയ അത്രയ്ക്ക് അപകടപ്പെട്ട ഒരു അപകട സ്ഥിതിയിലേക്ക് നമ്മൾ കടന്നുപോയി. ഉണ്ടാവാം. അപ്പോഴും ഞാൻ ചോദിക്കും, ഇതെല്ലാം സിനിമയിൽ ഉത്ഭവിച്ചതാണെന്ന് പറയരുത്. ഇപ്പോ ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡാണ്, കാരണം സബ്ജക്റ്റ് അതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ ആ കലാരൂപം ഉണ്ടായത്? അല്ലാതെ ഇത് വായുവിൽ നിന്ന് ചിന്തയിലൂടെ ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ? അല്ലല്ലോ. ഇങ്ങനൊരവസ്ഥയുണ്ട്. ഇനി അതിന് മഹത്വവൽക്കരിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് അത് ആ കലാകാരന്മാരോട് ചോദിക്കണം. നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത ഇത് അപകടമായി തീരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു സൂചികയോ ഒരു പട്ടികയോ അല്ലെങ്കിൽ ഒരു വലിയ അപകട സൂചനയോ നൽകിയില്ല. നിങ്ങൾ അങ്ങനെ അത് ട്രാൻസാക്ട് ചെയ്തെടുത്തില്ല. വിവേകം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കലാകൃതിയിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് അതിനെ വിശകലനം ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ നമുക്ക് ഗുണകരമായി എങ്ങനെ അതിനെ തിരിച്ച് ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈൻസ് ഇല്ലേ? ഓൺലി റീഡിംഗ് ഓഫ് ലൈൻസ്? നോ, ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈൻസ്. അതുണ്ട്.
ഇല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞുകൂടാ. കാരണം അതിന്റെ നേരിയ തോതിലെങ്കിലും ഒരു പ്രതലത്തിൽ അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇത് നല്ലതല്ല, ഇത് നമുക്ക് കണ്ട് ആനന്ദിക്കാനുള്ളതല്ല, ഇതിൽ നിന്ന് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. അതാ, ഡോണ്ട് സീ ദ ഫിലിം, അണ്ടർസ്റ്റാൻഡ് ദ ഫിലിം. ഞാൻ അവിടെ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ പാടില്ല. കാരണം സ്റ്റേറ്റ് സെൻട്രൽ ഇഷ്യൂ ആണ്, സെന്ററിന്റെ ഹാൻഡ്സ് ക്ലീനാണ്. അതിന് നമുക്ക് കാണാം, പറയുന്നതല്ലല്ലോ, നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അവരുടെ ഒരു സാഹചര്യത്തോട് എങ്ങനെയാണ് ഒരു അനുഭവം? അനുകമ്പയൊന്നും അവർക്ക് ആവശ്യമില്ല, പ്രതിപ്രവർത്തനമാണ് അവർക്ക് ആവശ്യം. ഞാൻ എത്രയോ കാലമായിട്ട് നിങ്ങൾ മാധ്യമക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ററാക്ടേഴ്സ് ആവുകയാണ്. ഇവിടുന്ന് ക്യാരി ചെയ്യും, അവിടെ കൊണ്ടുപോയി തട്ടും, അവിടുന്ന് കിട്ടുന്ന ഇങ്ങോട്ടെടുത്ത് തട്ടും, എന്നിട്ട് അതെടുത്തിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന സമരം ചെയ്യുന്നവരെയും സമരത്തെ എതിർക്കുന്നവരെയും സമരത്തെ അനുകൂലിക്കുന്നവരെയും എല്ലാം മലീമസമാക്കുക. അതല്ല വേണ്ടത്. ഡു യു ഹാവ് എ സിസ്റ്റം ടു പ്രപ്പോസ്, എ ഡിവൈസ്, എ വെപ്പൻ ടു പ്രപ്പോസ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പുതിയ സംവിധാനം പ്രപ്പോസ് ചെയ്യാനുണ്ടോ? DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് മേഖലയിലും ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിലും അംഗൻവാടിയുടെ കാര്യത്തിലും എന്തിനായി അവിടുന്ന് തന്നില്ല അതുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്നത്? നിങ്ങൾ എന്താ കൊടുക്കാനുള്ളത്? നേരിട്ട് കൊടുക്കൂ. അവിടുന്ന് കൊടുക്കാനുള്ളത് നേരിട്ട് കൊടുക്കട്ടെ, വ്യക്തികളിലേക്ക് ചെല്ലട്ടെ. DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. നിങ്ങളെന്താ അതിനുവേണ്ടി യുദ്ധം ചെയ്യാത്ത? മാധ്യമത്തിന് സാമൂഹിക ബാധ്യതയില്ലേ, പ്രതിബദ്ധതയില്ലേ? നിങ്ങൾ പറയണം, പ്രധാനമന്ത്രിയോടും പറയണം, മുഖ്യമന്ത്രിയോടും പറയണം. നിങ്ങളിങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഏൽപ്പിക്കാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിന് അക്കൗണ്ടുള്ള ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ. നിങ്ങൾ പറയും, നിങ്ങൾ ആ സമരം തുടങ്ങും. പ്രതിവിധിയല്ലേ? ഫൈൻഡ് എ സൊല്യൂഷൻ. ഡോണ്ട് കൺവേർട്ട് എ പ്രോബ്ലം ഇൻ ടു എ ഡിസാസ്റ്റർ, പ്ലീസ്. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.